തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൽ ഗുരുതരമായ പിഴവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിയാണ്. വെറും സഹമന്ത്രിയല്ല, കൃഷിയോ ജൈവ വകുപ്പോ ഒന്നുമല്ല, കേന്ദ്ര IT സഹമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ. എന്നിട്ടാണ് ഈയൊരു ഗുരുതരമായ പിഴവുകൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പത്രികയിൽ സംഭവിച്ചിരിക്കുന്നത്. മത്സരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേരും ലോക്സഭാ സീറ്റിൻ്റെ പേരും എഴുതേണ്ടിടത്ത് ബംഗളൂരുവിലെ വീട്ടുവിലാസമാണ് എഴുതിയിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൻ്റെ 16-ാം പേജിലെ 3-ാം കോളത്തിലാണ് ഈ ഗുരുതരമായ പിശക്. മണ്ഡലത്തിൻ്റെ നമ്പർ, പേര്, സംസ്ഥാനം എന്നിവ എഴുതാൻ പറഞ്ഞിരിക്കുന്ന കോളത്തിൽ സീരിയൽ നമ്പർ 319, പാർട്ട് നമ്പർ 118, BTM ലേഔട്ട്, കർണാടക നിയമസഭാ മണ്ഡലം എന്നാണ് എഴുതി നൽകിയിരിക്കുന്നത്. അതുപോലെ അനക്സ് 1-ലും അനക്സ് 7-ലും രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശം 2024 എന്നാണുള്ളത്. അതുപോലും വ്യക്തമായി ഉറപ്പുവരുത്താതെയാണ് രാജീവ് ചന്ദ്രശേഖർ പത്രിക നൽകിയത്. താൻ മത്സരിക്കുന്നത് രാജ്യസഭയിലേക്കാണോ അതോ ലോക്സഭയിലേക്കാണോ എന്ന് പോലും രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്ര IT സഹമന്ത്രിക്ക് വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്ന് തോന്നും ഇത് വായിച്ചാൽ. സത്യവാങ്മൂലത്തിൻ്റെ 1-ാം പേജിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റ് വിവരങ്ങൾ നൽകുന്നിടത്ത് ഗുരുതരമായ പിശകുകൾ കണ്ടെത്തിയാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം. 43 പേജുള്ള ആ സത്യവാങ്മൂലത്തിൽ 3 ഗുരുതര പിശകുള്ളത്. ഇത്രയും വലിയ പിശകുകൾ പത്രിക സ്വീകരിച്ച തിരുവനന്തപുരത്തെ വരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തുന്നതും. നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചെങ്കിലും കോടതി മുഖേന വരണാധികാരിയുടെ നടപടിയെ ചോദ്യം ചെയ്യാൻ ഇപ്പോഴും ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന് പോലും അവകാശമുണ്ട്. പക്ഷേ ആരും അതിന് മുതിരില്ല. വരണാധികാരി ഉൾപ്പെടെ സത്യവാങ്മൂലം പരിശോധിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കാൻ വകുപ്പുണ്ട് നിലവിൽ. രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സ്വത്ത് വിവരം മറച്ചുവെച്ചാണ് സത്യവാങ്മൂലം നൽകിയത് എന്നൊരു പരാതി കേരളത്തിലല്ല, അങ്ങ് സുപ്രീം കോടതിയിലാണ് ഹർജിയായി എത്തിയത്. അതിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അന്വേഷണമൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിലും വെറും 28 കോടി രൂപ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സത്യവാങ്മൂലത്തിൽ വച്ചിരിക്കുന്നത്. പക്ഷേ ശതകോടീശ്വരനായ രാജീവ് ചന്ദ്രശേഖറിന് 28 കോടി മാത്രമേ ഉള്ളോ സ്വത്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് സംബന്ധിച്ച് നൽകിയ സത്യവാങ്മൂലം തെറ്റാണെന്ന പ്രചരണം കൊഴുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ മറുപടി പറയാനോ BJP നേതാക്കൾക്കാകുന്നില്ല. എന്താണ് കാരണമെന്ന് അവർക്ക് തന്നെ അറിയാം. അങ്ങനെ വന്നാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറും സംഘവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഫണ്ടിൻ്റെ സോഴ്സും വെളിപ്പെടുത്തേണ്ടി വരും. അതിനിടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിനെതിരായ പരാതി പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് തികച്ചും നിർണായകം തന്നെയാണ്. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിനാണ്, CTBT എന്ന ബോർഡിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രാജീവ് വസ്തുതകൾ മറച്ചുവെച്ചെന്നും തെറ്റായ വിവരങ്ങൾ നൽകിയെന്നും പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. ഇനി വെറും 36 കോടി രൂപയുടെ ആസ്തി കാണിച്ച് രാജീവ് ചന്ദ്രശേഖർ ശരിക്കും ആരാണ്? രാജീവ് സ്ഥാപിച്ച വ്യവസായ മൂലധന നിക്ഷേപ സ്ഥാപനം ജൂപ്പിറ്റർ ക്യാപിറ്റലിൻ്റെ ആസ്തി 10,000 കോടി രൂപയാണ്. 2005-ൽ രാജീവ് തുടങ്ങിവെച്ച BPL മൊബൈൽ കമ്പനി SR ഗ്രൂപ്പിന് കൈമാറിയത് 4,400 കോടി രൂപയ്ക്കാണ്. ഏഷ്യനെറ്റ് വിനോദ ചാനൽ സ്റ്റാർ ഗ്രൂപ്പിന് വിറ്റത് 1,400 കോടി രൂപയ്ക്കാണ്. ജൂപ്പിറ്ററിൻ്റെ കീഴിൽ ഏഷ്യനെറ്റ് ന്യൂസ്, റിപ്പബ്ലിക് TV അടക്കം 56 സ്ഥാപനങ്ങളുണ്ടെന്ന് കോർപ്പറേറ്റ് കാര്യ വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ രാജീവ് ചന്ദ്രശേഖർ സമ്മതിച്ചിട്ടുണ്ട്. ബിസിനസ്സിലെ വിജയം, വാഹനപ്രേമം തുടങ്ങി മുൻകാല അഭിമുഖങ്ങളിലെ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ രാജീവിനെ തിരിഞ്ഞുകുത്തുന്നു. സമ്പത്തൊന്നുമില്ലാത്ത പന്നിൻ രവീന്ദ്രനും 56 കോടി രൂപ പോക്കറ്റിലുള്ള ശശി തരൂരും മത്സരിക്കുമ്പോൾ താൻ അവരിലും താഴെയാണെന്ന് സ്ഥാപിക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ശ്രമം. പക്ഷേ ഒരു ശതകോടീശ്വരൻ ഇങ്ങനെ പരമദരിദ്രനാണെന്ന് വിളിച്ചു പറയുമ്പോൾ കാണുന്നവർക്കും കൂടി അത് തോന്നണം. അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ശതകോടീശ്വരന് വിനയായി മാറിയതും. 2021-22 680 രൂപയും 22-23 5,59,200 രൂപയുമാണ് നികുതി ബാധകമായ വരുമാനമായി രാജീവ് ചന്ദ്രശേഖർ കാണിച്ചിരിക്കുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതി അഭിഭാഷകയും കോൺഗ്രസ് പ്രവർത്തകയുമായ ആവണി ബെൻസലാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറായ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കളക്ടർക്ക് ബോധ്യമായി. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമായതിനാൽ രാജീവിന്റെ പത്രിക തള്ളണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ രാജീവിന്റെ പത്രിക ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചു. ഇത് പുതിയ കാര്യമൊന്നുമല്ല. 2018-ൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോഴും രാജീവ് തന്റെ യഥാർത്ഥ സ്വത്ത് വിവരം മറച്ചുവെച്ചതായി ഈ പരാതിയിലുണ്ട്. ഇത് സംബന്ധിച്ച് അന്ന് ആവണി ബൻസാൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു.
2018 പരാതി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് അയച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് അറിയിച്ചെങ്കിലും തുടർന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. 14.4 കോടി രൂപയുടെ സ്ഥാവര വസ്തുക്കളിൽ രാജീവ് താമസിക്കുന്ന ബംഗളൂരുവിലെ സ്വന്തം പേരിലുള്ള വീട് കാണിച്ചിട്ടില്ല. രാജ്യത്തെ തന്നെ ഏറ്റവും സമ്പന്നനായ രാജ്യസഭാംഗമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വിവരം പുറത്ത് നേരത്തെ തന്നെ വന്നപ്പോഴാണ് ഈയൊരു കൃത്രിമം നടന്നിരിക്കുന്നത്. രാജീവ് തന്നെ 28 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ അടക്കമുള്ള പ്രധാന കമ്പനികളുടെ വിവരം രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് പരാതിയിലെ മുഖ്യ ആരോപണം. അതിൽ കഴമ്പുമുണ്ട്. ബംഗളൂരുവിലെ വസതിയുടെ ഉടമസ്ഥത രാജീവ് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് അവകാശപ്പെട്ട അവാണി ബൻസാൽ വസ്തുനികുതി രാജീവ് ചന്ദ്രശേഖർ അടച്ചതിൻ്റെ രസീതും പുറത്തുവിട്ടു. രാജ്യത്തെ വൻകിട നിയമ കമ്പനികളുടെ നിയമോപദേശ പ്രകാരം തയ്യാറാക്കിയതിനാലാണ് കോർപ്പറേറ്റായ രാജീവ് ചന്ദ്രശേഖർ വെറും 36 കോടി രൂപയുടെ ഉടമ മാത്രമായി മാറിയതെന്നാണ് ഇപ്പോൾ ഒന്നുമറിയാത്ത BJP നേതാക്കൾ പറയുന്നത്. 2006 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുതൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഒളിച്ചുകളി തുടരുകയാണെന്നാണ് ഇടതുമുന്നണി ശക്തമായി ആരോപിക്കുന്നത്. ബംഗളൂരു സ്വദേശിയായ രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിൽ 3 തവണ രാജ്യസഭാംഗവും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായെങ്കിലും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കർണാടകത്തിലെ BJP ഘടകം മൊത്തത്തിലെതിരായി. അതുകൊണ്ടാണ് ഇത്തവണ തിരുവനന്തപുരത്തെ BJPയുടെ A ക്ലാസ് മണ്ഡലമാക്കി മാറ്റി കേരളത്തിലേക്ക് ചാടിയതും.